നമുക്കിതൊരു അടിപൊളി സംഭവം ഉണ്ടാക്കാം. ചക്കയും കോഴിയും. അതിന് വേണ്ട ചക്കയും കോഴിയും ഒക്കെ നല്ല വൃത്തി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചക്കയും കോഴിക്കുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടിയാണ്. കുറച്ചധികം കുരുമുളക് പൊടിയും കൂടി ചേർത്ത്, ഉപ്പ്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് ചിക്കനും ചക്കയും ഒക്കെ കൂട്ടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്കിതിലേക്ക് 1-2 സാധനം കൂടി ചേർക്കാനുണ്ട്. പ്രധാനമായിട്ടും കരിയാമ്പില, അതുപോലെ തന്നെ ഉള്ളി, പിന്നെ 1-2 പച്ചമുളകും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി എല്ലാം കൂടി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ കൂടി നമ്മൾ കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. കുക്കറിലേക്ക് എല്ലാം ഇട്ടിട്ട് ഒരു 3 വിസിൽ കുക്കറിൽ കിട്ടിയ ശേഷം നമുക്കിത് വാങ്ങി വെക്കാവുന്നതാണ്. ഇനി ചക്കയും കോഴിയിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കണം. അതിന് നമ്മൾ ആവശ്യത്തിന് തേങ്ങ, നന്നായിട്ട് തേങ്ങയിട്ട് അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ജീരകം, അതുപോലെ കരിവേപ്പില, ഈ സാധനങ്ങളൊക്കെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊരു കറക്കെടുത്താൽ നമുക്കൊന്ന് ഒതുക്കി കിട്ടും. കുറച്ച് തേങ്ങയിൽ ഇതുപോലെ വെളുത്തുള്ളി ഒന്നും ചതച്ചുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഈ വെന്ത ചിക്കനിലേക്കും ചക്കയിലേക്കും ഈ തേങ്ങയുടെ അരപ്പും എല്ലാം കൂടി കൂട്ടി നന്നായിട്ട് യോജിപ്പിക്കണം. ഇനി ഇതിന് വേണ്ട കടുക്, അതുപോലെ തേങ്ങയൊക്കെ വറുത്ത് ഇതിലേക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം കടുക് ഇട്ട് കരിവേപ്പിലിട്ട് പിന്നെ തേങ്ങയും ചേർത്ത് നന്നായിട്ട് ഇളക്കി നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കി വെക്കുക. ഇനി നേരത്തെ വേവിച്ച് വെച്ച ചക്കയും കോഴിയൊക്കെ കൂടിയിട്ട് ഈ വറവിലേക്ക് ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് മാത്രമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് ഓഫാക്കി വെക്കാം. ഇനി ചക്കയും കോഴി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിനേക്കാളും ഈ ചക്കയും കോഴിയും കഴിക്കാൻ ഏറ്റവും നല്ലത് വാഴയിലയാണ്. ഈ വാഴയിലയിൽ നല്ല ചൂട് ചക്കയും കോഴിയും വെക്കുമ്പോഴുള്ള ആ ഒരു സ്മെല്ലും അതുപോലെ വാഴയുടെ ടേസ്റ്റും ഒക്കെ മിക്സാവും. നല്ല ടേസ്റ്റാണത്. എത്ര കഴിച്ചാലും മതി വരാത്തൊരു സാധനമാണ് ചക്കയും കോഴിയും. പലർക്കും നൊസ്റ്റാൾജിക്കായിട്ടുള്ള വിഭവമാണ് ചക്കയും കോഴിയെങ്കിലും പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി സംഭവമാണ് ഈ ചക്കയും കോഴിയും. രസമുണ്ടാ? എന്നാ ആക്കിയത് അറിയാ? എന്തെന്നത് എന്നറിയാത്? ചക്കയും പിന്നെ എന്നില്ലത്? ആ അതെല്ലേ. അമ്മമ്മേ ചക്കയും കൊയ്യും വെക്കലുണ്ടാ? എന്താ ആര് വെക്കല്? അതെയാ. അച്ഛനെല്ലാം വെക്കലുണ്ടാ? ആ അമ്മവനോ? അതെയാ. രസമുണ്ടോ വെച്ചത്? നാടൻ കൊയ്യ ആക്കല്? നാടൻ കൊയ്യല്ലോ ആക്കല്? അതെയാ.